ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ബേസിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മഗ് വേണേലും എടുക്കാം. അപ്പോൾ അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടിയും 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജനൽ ഒക്കെ തുടയ്ക്കുന്നതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ജനലിൻ്റെ എന്തുമാത്രം തുടയ്ക്കാനുണ്ടോ അതനുസരിച്ച് നമുക്ക് സാധനത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒരു മഗോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് പ്രത്യേകിച്ച് വിനാഗിരിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ ഇതേപോലെ ടവൽ തൊട്ടിട്ട് ഒന്ന് തുടച്ച് നോക്കുക. നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് ജനലിൻ്റെ കമ്പികളെല്ലാം നല്ല ക്ലീനായിട്ട് തന്നെ പോകുന്നത് കാണാം. അഴുക്ക് നല്ല രീതിയിൽ അഴുക്ക് പോകും. കാരണം ബേക്കിംഗ് പൗഡർ അഴുക്ക് പോകുന്ന നല്ല ഒരു സാധനമാണ്. കണ്ടോ, ഇങ്ങനെ ഓരോ ജനലിലായിട്ട് ഓരോ കമ്പിയിലായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെറുതെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. കൂടുതൽ ബലമൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ഓരോ കമ്പിയിലും നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ വെളുത്ത് കിട്ടും. നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ജനലിൻ്റെ ഗ്ലാസ് ഒക്കെ ഈ തുണി വെച്ച് തന്നെ തുടച്ച് കൊടുക്കാം. ഉണ്ടോ, ഓരോ കമ്പിയിലായിട്ട് ഇങ്ങനെ തുടച്ച് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് എപ്പോഴും ജനലൊന്നും തുടച്ച് സമയം കളയേണ്ട കാര്യമില്ല. വല്ലപ്പോഴും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ കമ്പികളെല്ലാം നല്ല ആ കറുത്ത പുള്ളിപ്പാടൊക്കെ കാണും ഈ കമ്പിക്കകത്ത്. അപ്പോൾ അതെല്ലാം പോയി കിട്ടും. കരിമ്പുള്ളി അടിച്ച കണക്ക് വെളുത്ത ഈ കമ്പിയിൽ ഫുള്ള് കറുത്ത പാടായിരിക്കും, കുത്തു പോലെ. അതെല്ലാം പോയി തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ കമ്പി കണ്ടോ ഇതേപോലെ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഓരോ ഭാഗവും നമുക്ക് തുടച്ചെടുക്കാം. ഉണ്ടോ, അപ്പോൾ തുടച്ച സ്ഥലമൊക്കെ കണ്ടോ നല്ല വെള്ളി പോലെ തിളങ്ങുന്നുണ്ട്. കമ്പിയൊക്കെ കണ്ടോ, അതിൻ്റെ കറുത്ത പാടെല്ലാം പോയിട്ട് കരിമ്പനടിച്ച കണക്കുള്ള കുത്തോ പാടെല്ലാം പോയിട്ടുണ്ട്. കണ്ടോ, അതേപോലെ ഗ്ലാസ്സിനകത്താണെങ്കിലും ഒരു മങ്ങലായിരിക്കും. അപ്പോൾ ഇത് വെച്ച് തുടയ്ക്കുമ്പോഴത്തേനും നല്ലൊരു വെട്ടമായിരിക്കും. ഇതേപോലെ നമുക്ക് എല്ലാ ജനലും തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് ജനല ഞാൻ ഗ്ലാസ് തുടച്ച് കാണിച്ചു തരാം. അപ്പം ഗ്ലാസ്സൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ഈ ടിപ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ജനലിൻ്റെ താഴത്തെ പടിയുണ്ട്. ആ പടിയിലൊക്കെ ഇതേപോലെ പല്ലിയൊക്കെ ഓടുമ്പോഴത്തേനും അവിടെയൊക്കെ മൊത്തം വൃത്തികേടാണ്. അപ്പോൾ അതൊക്കെ പോകുന്ന ആ പാടുകളൊക്കെ പോയി കിട്ടുന്നതിന് നമുക്ക് ഇതേപോലെ കുറച്ച് പേസ്റ്റ് ആദ്യം ആ വെള്ളം തന്നെ കുടയുക. ഇപ്പം നമ്മൾ ജനൽ തുടച്ച് ഗ്ലാസ്സൊക്കെ തുടച്ച് ആ വെള്ളം തന്നെ കുടഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് ഇതേപോലെ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് അപ്പോൾ ഇതേപോലെ പേസ്റ്റ് പഴയ ബ്രഷിനകത്താക്കി നല്ലോണം ഒന്ന് തേച്ച് കൊടുത്താൽ മതി. കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ഞാൻ വലിയ ബലമൊന്നും കൊടുക്കാതെ വെറുതെ ഇങ്ങനെയൊന്നും ആക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ തുണി വെച്ച് തന്നെ ഒന്ന് തുടച്ചെടുക്കാം. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ജനലിൻ്റെ പടികളൊക്കെ ഇതേപോലെ നല്ല വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ടോ. അതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് തുണി വെച്ച് തുടച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് തുണി വെച്ച് തുടച്ചെടുക്കാം. കണ്ടോ, നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. കണ്ടോ, അപ്പോൾ ഇതേപോലെ എല്ലാ ജനലിൻ്റെ പടിയും നമുക്ക് ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. ഇനിയും നമുക്ക് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.